ഹലോ നമസ്കാരം ഞങ്ങളെ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ ബ്രഹ്മമുക്കിലെ സൈറ്റിലാട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഞങ്ങളെ. ഇതാ സൈറ്റ് കേട്ടോ. ഒരു അപ്സ്റ്റെയർ അടിപൊളി വീടാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത്, ഫ്ലോറിങ്ങിന് ചെയ്യേണ്ടത് ഇറ്റാലിയൻ മാർബിളാട്ടോ. ഇറ്റാലിയൻ മാർബിളാണ് ഫ്ലോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം മാർബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. മാർബിൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ബേജ് കളറാണ് കേട്ടോ. ബേജ് കളറിലുള്ള ഷീറ്റാണ്. ഒരു 10 അടി നീളവും 6 അടി ഹൈറ്റും വരുന്ന ഷീറ്റാട്ടോ. വിരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ വിരിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി വീട്ടിൻ്റെ അകമൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് സിറ്റ് ഔട്ടാണ്. അപ്പോൾ പുട്ടീൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന. പുട്ടീൻ്റെ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മുടെ വർക്ക് നാളെ മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കയറി വരുമ്പോൾ ഇവിടെ ഇതാട്ടോ ലിവിങ്ങിൽ നമ്മൾ വുഡൻ ടൈലാട്ടോ ഉദ്ദേശിക്കുന്നത്. വുഡൻ ടൈല് ബ്രേക്ക് ചെയ്തിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി ഫ്ലോറെല്ലാം ഇറ്റാലിയൻ മാർബിൾ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഇത് ഓപ്പൺ കിച്ചണാണ് കേട്ടോ. പിന്നെ ഈ വീട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ കിച്ചൺ സാധാരണ വർക്ക് ഏരിയയും കിച്ചണും അടുത്തടുത്ത വരിക. പക്ഷെങ്കിൽ ഇവിടെ കിച്ചൺ അവിടെ, നമ്മുടെ വർക്ക് ഏരിയ ഇങ്ങോട്ടാട്ടോ. ഇതൊക്കെ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. കിച്ചൺ അവിടെ. അതായി വീട്ടില് കിച്ചൺ അങ്ങ് വർക്ക് ഏരിയ എങ്ങനെ തലക്കൂ. അങ്ങനെയാട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോ പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ 4x2 ടൈല അല്ലെങ്കിൽ വലിയ ടൈൽസ് ആയിരിക്കും. അപ്പൊ അത് സെലക്ട് ആവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് എല്ലാം എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ മാർബിൾ തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഗ്രാനൈറ്റോ അങ്ങനെ എന്തെങ്കിലുമായിരിക്കും. അതവർ ഫ്ലോർ കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അതുപോലെ കയറി വരുമ്പോൾ ഹലോ നമസ്കാരം ഞങ്ങളെ. അപ്പോൾ നമ്മുടെ സേതാറുള്ളിയിലെ വീട്ടിൻ്റെ വർക്ക് ഏകദേശം ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അതാ സിറ്റ് ഔട്ട് ലെതർ ബ്ലാക്ക് ഫിനിഷിങ്